ലിറ്റററി ക്രിറ്റിസിസത്തിൽ മൊഡ്യൂൾ 3 ഫിലിപ്പ് സിഡ്നിയുടെ ആൻ അപ്പോളജി ഫോർ പോയട്രി. അതിനകത്ത് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1595 സ്റ്റീഫൻ ഗോസ് എന്ന് പറഞ്ഞൊരു ഓഥറിൻ്റെ ദ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറഞ്ഞൊരു വർക്കിന് റിപ്ലൈ ആയിട്ടാണ് ആളിത് എഴുതിയിട്ടുള്ളത്, സിഡ്നി എഴുതിയിട്ടുള്ളത്. ഈ സ്റ്റീഫൻ ഗോസൻ എഴുതിയ വർക്കിൽ ആൾ പോയട്രിയുടെ അല്ലെങ്കിൽ ബാക്കി ലിറ്ററേച്ചറിൽ ബാക്കി ഫോംസിനൊക്കെ പറ്റി ആൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പോയട്രിയുടെ മൊറാലിറ്റീനൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്റ്റീഫൻ ഗോസൻ ദ സ്കൂൾ ഓഫ് അബ്യൂസ് എഴുതിയത്. അതിന് റിപ്ലൈ ആയിട്ടാണ് ഫിലിപ്പ് സിഡ്നി ഈ ആൻ അപ്പോളജി ഫോർ പോയട്രി എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റീഫൻ ഗോസൻ എന്ന് പറഞ്ഞ ആൾ പ്യൂരിറ്റനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ സിഡ്നി ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റിനൈസൻസിൻ്റെ ഒരു ക്ലൈമറ്റുള്ള സമയമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ വർക്സും കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലിസം അങ്ങനത്തെ ബിലീഫ്സൊക്കെ വരുന്ന ടൈമാണ്. അപ്പോൾ ആൾ പോയട്രീനെ പറ്റി കുറച്ചും കൂടെ നല്ല രീതിയിൽ പറയണം, അല്ലെങ്കിൽ ഇയാളുടെ വ്യൂവിനെതിരായിട്ട് പറയുന്നതാണ് ഈ വർക്കിൽ. അപ്പോൾ ആൾ പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർട്ട് ഓഫ് ഇമിറ്റേഷനാണ്. അതിനൊരു സ്പെസിഫിക് എയിം അല്ലെങ്കിൽ പർപ്പസ് ഉണ്ട്. അത് ടു ടീച്ച് ആൻഡ് ഡിലൈറ്റ് ആണ് അതിൻ്റെ പർപ്പസ്. വെറുതെ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കുന്നതല്ല. ഇത് ശരിക്കും മറ്റാൾക്കുള്ള റിപ്ലൈ ആണ്. പിന്നെ ആൾ പറയണത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കുറച്ചും കൂടെ ഹൈ ലെവൽ അല്ലെങ്കിൽ സുപ്പീരിയർ മീൻസാണ് പോയട്രി എന്ന് പറയുന്നത്. അത് വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണെന്നാണ് ഈ സിഡ്നി പറയുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി ആയാലും നമ്മൾ കുറച്ചും കൂടെ പാഷനോടും അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്രഷൻസൊക്കെ ചേർത്ത് പറയുകയാണെങ്കിൽ അതും പോയറ്റിക്കായി മാറും. പിന്നെ ഇയാൾ പറയണത് ഹിസ്റ്ററിനേലും ഫിലോസഫിനേലും ഹയർ ലെവലിലാണ് പോയട്രി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ലിറ്ററേച്ചർ നിൽക്കുന്നത്. പിന്നെ നല്ലൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോയട്രിക്ക് പറ്റും, അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് അതിനുള്ള പവർ ഉണ്ടെന്നാണ് സിഡ്നി പറയണത്. ഇൻട്രൊഡക്ഷനിൽ അതാണ് പറയുന്നത്. പിന്നെ ഇയാൾ സ്റ്റീഫൻ ഗോസൻ പറഞ്ഞ 4 പ്രോബ്ലംസ് അല്ലെങ്കിൽ 4 ചാർജസ് എഗെയിൻസ്റ്റ് പോയട്രി അതെടുത്തിട്ടാണ് പിന്നെ അതിനായിട്ട് റിപ്ലൈ ചെയ്തിട്ടാണ് ഇയാൾ ഇത് എഴുതിയിട്ടുള്ളത്. ആ 4 എന്ന് പറഞ്ഞത് ഫസ്റ്റത്തത് പോയട്രി ഈസ് ദ വേസ്റ്റ് ഓഫ് ടൈം, അതായത് പോയട്രി ഈസ് ദ വേസ്റ്റ് ഓഫ് ടൈം. പിന്നെ രണ്ടാമത്തത് പോയട്രി ഈസ് മദർ ഓഫ് ലൈസ്. പിന്നെ മൂന്നാമത്തെ ഇറ്റ് ഈസ് നേഴ്സ് ഓഫ് അബ്യൂസ്. നാലാമത്തെ പ്ലാറ്റോ ഹാഡ് റൈറ്റ്ലി ബാനിഷ്ഡ് ദ പോയറ്റ്സ് ഫ്രം ഹിസ് ഐഡിയൽ വേൾഡ്. ഈ 4 കാര്യങ്ങളാണ് സ്റ്റീഫൻ ഗോസൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റത്തെ കാര്യം പോയട്രി ഈസ് ദ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ളതിനെക്കുറിച്ച് സിഡ്നി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയട്രി ഒരിക്കലും വേസ്റ്റ് ഓഫ് ടൈം അല്ല. അത് ഒരു സോഴ്സ് ഓഫ് നോളേജ് അല്ലെങ്കിൽ ഒരു സിവിലൈസിങ് വാല്യൂ ഉള്ള ഒരു കാര്യമാണ് പോയട്രി എന്ന് പറയുന്നത്. ഗോസൻ പറയണതെന്ന് വെച്ചാൽ പോയട്രി നമ്മളെ കറപ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അത് വേസ്റ്റ് ഓഫ് ടൈമാണെന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത് മറ്റേത് ഫോമിനേക്കാളും നമ്മളെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല വെർച്യു പകർന്നു തരാനും പറ്റിയത് പോയട്രിയാണ്. അപ്പോൾ അതിനേക്കാൾ സുപ്പീരിയറായിട്ട് വേറെ ഒന്നുമില്ല. ആ സാധനമാണ് ഇയാൾ വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണെന്നാണ് സിഡ്നി പറയണത്. പിന്നെ ഇയാൾ പറയണത് പോയട്രി പണ്ട് ഒരു മെയിൻ സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അതുപോലെ ഗ്രീക്ക് സൊസൈറ്റി എപ്പോഴും പോയറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. പോയറ്റ്സിനെ എപ്പോഴും ഒരു ഹൈ ലെവൽ ഉള്ള ആൾക്കാരായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് പോയട്രി വേസ്റ്റ് ഓഫ് ടൈം അല്ല എന്നാണ് ഫസ്റ്റത്തെ ഇതിൽ പറയണത്. പിന്നെ സെക്കൻഡ് ചാർജ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റാക്ക് ഓൺ പോയട്രി എന്ന് പറയുന്നത് പോയട്രി ഈസ് മദർ ഓഫ് ലൈസ് എന്നാണ് നമ്മുടെ സ്റ്റീഫൻ ഗോസൻ പറഞ്ഞത്. അപ്പോൾ സിഡ്നി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പോയറ്റ് ലൈ ചെയ്യില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ പറയില്ല. കാരണം ഒരിക്കലും എഴുതുന്നത് സത്യമാണെന്ന് പറയണില്ല. ഞാനും എഴുതണമൊക്കെ സത്യമാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലല്ലേ അത് തെറ്റാവുള്ളൂ. തെറ്റാണെങ്കിൽ തന്നെ തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയട്രി ഒരിക്കലും മദർ ഓഫ് ലൈസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എഴുതി വെക്കുന്നത് ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ റിയൽ അല്ലാത്ത കാര്യമായിരിക്കാം. പക്ഷെ പോയറ്റ് ഒരിക്കലും അത് വാദിക്കണില്ല. അപ്പോഴാണ് പോയട്രി മദർ ഓഫ് ലൈസ് ആവുള്ളൂ.
പിന്നെ ഈ പോയറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ട്രൂത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഐഡിയൽ ആയിട്ടുള്ള ട്രൂത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്ത് തന്നെയാണ് കാണിക്കുന്നത്. റിയൽ അല്ലാത്ത കാര്യമല്ല കാണിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയട്രി മദർ ഓഫ് ലൈസ് അല്ല എന്നാണ് പറയണത്. പിന്നെ തേർഡ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നേഴ്സ് ഓഫ് അബ്യൂസ് എന്നുള്ളത്. അപ്പോൾ സിഡ്നി പറയണത് എന്താ വെച്ചാൽ ആളുകളാണ് പോയട്രീനെ അബ്യൂസ് ചെയ്യണത്, അല്ലാണ്ട് പോയട്രി ആരെയും അബ്യൂസ് ചെയ്യണില്ല. അബ്യൂസ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി അല്ലെങ്കിൽ ഹിസ്റ്ററിയാണ് പോയട്രിനെക്കാട്ടും കൂടുതൽ. കാരണം അതിനകത്താണ് ബാറ്റിൽസ്, ബ്ലഡ് ഷെഡ്, വയലൻസ് കാര്യങ്ങളൊക്കെ പറയണത്. പക്ഷെ പോയട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റി, പീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോയത്തിൽ, ഹിസ്റ്ററിയും ഫിലോസഫിയും പറയണേക്കാളും. അതുകൊണ്ട് തന്നെ പോയട്രി ഒരിക്കലും സോഴ്സ് ഓഫ് അബ്യൂസസ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് അതൊന്നും കാണിക്കുന്നില്ല. അത് ഒരു നോളേജിൻ്റെ തന്നെ ഒരു സുപ്പീരിയർ ഫോം അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു ഫോമാണ്. പിന്നെ 4ാമത്തെ അറ്റാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റോ പോയറ്റ്സിനെ ബാനിഷ് ചെയ്തു ഉള്ളത് പറഞ്ഞിട്ടാണ് ആൾ പറയുന്നത്. അപ്പോൾ സിഡ്നി പറയണതെന്ന് വെച്ചാൽ പ്ലാറ്റോ ആളുടെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വർക്കിൽ പറയണത് പോയട്രീനെ അബ്യൂസ് ചെയ്യണത് ബാനിഷ് ചെയ്യണം, അല്ലാണ്ട് പോയറ്റ്സിനെ ബാനിഷ് ചെയ്യണം എന്നല്ല ആൾ പറഞ്ഞിട്ടുള്ളത്. ആൾ തന്നെ പോയട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അത് ആളുടെ വർക്ക്സിൽ നമുക്ക് കാണാനും പറ്റും. ആളൊരിക്കലും പോയറ്റ്സ് ബാനിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ചില പോയറ്റ്സ് ഈ പറഞ്ഞ പോലെ പോയട്രിയുടെ എയിം അച്ചീവ് ചെയ്യാത്ത പോയറ്റ്സ് ഉണ്ട്, ഇൻഫീരിയർ പോയറ്റ്സ് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന പോയറ്റ്സ്. അപ്പോൾ അവരെ ബാനിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാറ്റോ. പിന്നെ ഇയാൾ പറയണത് ആർട്ട് എന്ന് പറയണത് ഒരു നേച്ചറിൻ്റെ ഇമിറ്റേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരിക്കലും നേച്ചറിനെ അങ്ങനെ തന്നെ അന്ധമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന സംഭവമല്ല. അതാണ് പ്ലാറ്റോ പറയുന്നത്. പക്ഷേ സിഡ്നി പറയണതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക. അതായത് നാച്ചുറൽ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് കുറച്ചും കൂടെ അടിപൊളി സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ആർട്ട് ചെയ്യണത്. നേച്ചർ കുറച്ചും കൂടെ ഡള്ള് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കണം. അതിന് ആർട്ടിസ്റ്റ് കുറച്ചും കൂടെ അത് നല്ല സെറ്റപ്പാക്കി എടുക്കും. അപ്പോൾ അതിനൊരു ഗോൾഡൻ കളർ കൊടുക്കുന്ന ആളാണ് ആർട്ടിസ്റ്റ്. ആളുടെ ഇമാജിനേഷൻ, ആളുടെ സ്റ്റൈല്, ആളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വെച്ചിട്ട് നേച്ചറിനെ അടിപൊളിയാക്കുകയാണ് ആർട്ടിസ്റ്റ് ചെയ്യണത്. പിന്നെ ഇയാൾ പറയണത് ആർട്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ടീച്ച് ആൻഡ് ഡിലൈറ്റ് ആണ്. അതല്ലാതെ വേറൊരു പർപ്പസ് ആർട്ടിനില്ല. റിനൈസൻസിൻ്റെ ഒരു മൊത്തം ടെൻഡൻസി തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം അത് സിഡ്നി പറയേണ്ടതെന്ന് വെച്ചാൽ പോയറ്റിൻ്റെ ലോകത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ഗുഡായിരിക്കും റിവാർഡ് ചെയ്യപ്പെടുന്നത്, ബാഡിനെ പണിഷ് ചെയ്യപ്പെടും. അതും നല്ലൊരു കാര്യം എന്നാണ് സിഡ്നി പറയുന്നത്. പിന്നെ ഇയാൾ പറയുന്നത് ഫിലോസഫി അല്ലെങ്കിൽ പ്ലാറ്റോൻ്റെ ഫിലോസഫി ഓഫ് വെർച്യൂ എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ ഫീൽഡിൽ എത്തുമ്പോൾ അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷെ പോയട്രി മുന്നോട്ട് വെക്കുന്ന ഒരു വെർച്യൂ അല്ലെങ്കിൽ വാല്യൂ എന്നൊക്കെ പറയുന്നത് എല്ലാ സർക്കംസ്റ്റൻസസിലും നമുക്ക് അപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ അത് യൂണിവേഴ്സലായിരിക്കും. പിന്നെ ഫിലോസഫി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫിലോസഫി നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നത്. ഹിസ്റ്ററിയിൽ കറക്റ്റ് കോൺക്രീറ്റ് എക്സാമ്പിൾസ് വെച്ചിട്ട്. പക്ഷെ രണ്ടും കറക്റ്റ് അല്ല എന്നാണ് സിഡ്നിയുടെ അഭിപ്രായം. പോയട്രി ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മിക്സ് ചെയ്യും. അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റും കോൺക്രീറ്റ് കൺസെപ്റ്റും മിക്സ് ചെയ്തിട്ടാണ് പോയട്രി ഓരോന്നും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിനേലും ഫിലോസഫീനേലും സുപ്പീരിയർ പൊസിഷനിലാണ് പോയട്രി ഉള്ളത്. പിന്നെ പോയറ്റ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പവറുണ്ട് ആൾക്കാരെ മൂവ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് വാല്യൂ കൊടുക്കാനായിട്ട് പോയറ്റിന് കഴിവുണ്ട്. ഇപ്പോൾ ലിറിക്ക്, എലിജി, സെറ്റയർ, കോമഡി, എപ്പിക് ഇതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫോം എന്ന് പറയുന്നത് എപ്പിക്കാണ്. അതിനകത്ത് ഓരോ ഹീറോസിൻ്റെ ഓരോ ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ട് അവരെ കറേജിയസ് ആവാനും അങ്ങനെ ഇൻസ്പിറേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ പോയട്രിയാണ് സുപ്പീരിയർ പൊസിഷനിൽ. അപ്പോൾ ഇതിലൂടെയൊക്കെ സിഡ്നി പറയണത് ഈ പോയട്രിനായ അറ്റാക്കിൽ നിന്ന് ആൾ പുറത്തേക്ക് കൊണ്ടുവരാണ്. പോയട്രിനെ അങ്ങനെ പൊക്കി പറഞ്ഞ് ഇതാക്കലാണ് സംഭവം. പിന്നെ പോയട്രി യൂണിവേഴ്സലാണ്, ടൈംലെസ് ആണ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയണത്.
പിന്നെ ഇയാൾ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ഫിലോസഫേഴ്സും ഹിസ്റ്റോറിയൻസും ഒക്കെ പോയറ്റ്സ് തന്നെയായിരുന്നു. പിന്നെ സാംസ് ഓഫ് ഡേവിഡ്, ഡയലോഗ്സ് ഓഫ് പ്ലാറ്റോ, ഈ 2 വർക്കൊക്കെ ശരിക്കും പോയറ്റിക്കലാണ്. സുപ്രീം വർക്ക്സായിട്ട് കൺസിഡർ ചെയ്യുന്ന വർക്കുകളെല്ലാം പോയറ്റിക്കലാണ്. അതുപോലെ തന്നെ ഗ്രീക്സിലും റോമൻസിൻ്റെ ഇടയിൽ പോയറ്റിനെ എപ്പോഴും ഒരു ഹൈ പൊസിഷൻ, ഒരു പ്രോഫറ്റ് അല്ലെങ്കിൽ ഒരു സേജ് എന്നുള്ള പൊസിഷൻ കൊടുത്തിട്ടാണ് നിർത്തിയിരുന്നത്. അതുപോലെ ഏത് നേഷനായാലും, ഡെവലപ്ഡ് നേഷനായാലും അല്ലെങ്കിൽ അല്ലാത്ത നേഷനായാലും, പ്രിമിറ്റീവ് നേഷനായാലും, ഏത് നേഷനായാലും പോയറ്റ്സ് ഇല്ലാണ്ട് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പോയട്രിയുടെ ഉപകാരം ഇല്ലാത്ത നേഷൻ ഇല്ല എന്നാണ് സിഡ്നി പറയുന്നത്. അപ്പോൾ പോയട്രിയുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടു ടീച്ച് ആൻഡ് ഡിലൈറ്റ് ആണ്. അപ്പോൾ എല്ലാ ആർട്സിൻ്റെയും ഒബ്ജക്റ്റ് എന്താ, നമ്മളുടെ ഹ്യൂമൻ ലൈഫിനെ കുറച്ചും കൂടെ ഒന്ന് ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും, എല്ലാ ഫോം ഓഫ് ആർട്സിനും മേലെ നിൽക്കുന്നത് പോയട്രി തന്നെയാണ്. പിന്നെന്താ നമ്മളുടെ ലേണിങ്ങിൻ്റെ റിയൽ റിസൾട്ട് അല്ലെങ്കിൽ റിയൽ എൻഡ് എന്ന് പറയുന്നത് വെർച്വസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ പോയട്രിയാണ് ഈ കാര്യം ബാക്കി എല്ലാവരേക്കാളും നന്നായിട്ട് ഫുൾഫിൽ ചെയ്യണത്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയണത്. അതായത് ഹിസ്റ്ററി അല്ല ഫിലോസഫിയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ക്ലാരിറ്റി അല്ലെങ്കിൽ ആ സ്റ്റൈലിനൊരു ബ്യൂട്ടി ഉണ്ടാവില്ല ഫിലോസഫർ പറയുന്ന കാര്യങ്ങൾക്ക്. ആൾ കുറേ അടിപൊളി കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ പോയട്രിയുടെ അത്ര ബ്യൂട്ടി ഉണ്ടാവില്ല. കുറേ മൊറാലിറ്റിയുടെ അങ്ങനെ കാര്യങ്ങൾ വെറുതെ ക്ലാരിറ്റി ഇല്ലാണ്ട് പറയലാണ് ആൾ ചെയ്യണത്. പിന്നെ ഹിസ്റ്റോറിയൻ ആണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളിലെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരും. പക്ഷേ നടന്നു പോയ കാര്യങ്ങളല്ലാതെ അതിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ നല്ല സൈഡ് ഹിസ്റ്ററി പറഞ്ഞു തരുന്നില്ല. ഹിസ്റ്ററിക്ക് അത് പറ്റും, പക്ഷേ ഹിസ്റ്ററി അത് ചെയ്യുന്നില്ല. ഇത് രണ്ടും ചെയ്യുന്നതാണ്, ഈ ഡുവൽ ടാസ്ക് ചെയ്യുന്നത് പോയറ്റ് അല്ലെങ്കിൽ പോയട്രിയിലൂടെയാണെന്നാണ് സിഡ്നി പറയണത്. പിന്നെ ഫിലോസഫർ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയതുകൊണ്ട് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഫിലോസഫർ പറയുന്നത് മനസ്സിലാവുള്ളൂ. പക്ഷേ പോയട്രി അങ്ങനെയല്ല, എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്ന, എല്ലാ ആൾക്കാരെയും മൂവ് ചെയ്യുന്ന സാധനമാണ് പോയട്രി. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹിസ്റ്ററിനേലും പോയട്രിനേലും എന്തുകൊണ്ടും സുപ്പീരിയർ, ഹിസ്റ്ററിനേലും ഫിലോസഫിനേലും എന്തുകൊണ്ടും സുപ്പീരിയറാണ് പോയട്രി. പിന്നെ പോയട്രി നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യല്ല. പോയട്രി കൊണ്ടുവരുന്ന ആ ഒരു നല്ല നല്ല കാര്യത്തിൻ്റെ എക്സാമ്പിൾ നമ്മളാണ് ഇമിറ്റേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ റീഡറാണ് ഇമിറ്റേറ്റ് ചെയ്യണത് പോയത്തിലൂടെ. പിന്നെന്താ, പിന്നെ ഇയാൾ ഈ ഹിസ്റ്ററിനെയും ഇതിനെപ്പറ്റി പറയുന്നതിൻ്റെ ബേസിസ് വന്നത് എവിടുന്നാന്ന് വെച്ചാൽ അരിസ്റ്റോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് പോയട്രി ഹിസ്റ്ററിനേലും വാല്യൂ കൂടുതലുള്ളതാണെന്ന് പറയണത്. അതിൻ്റെ ഒരു ബേസിസിലാണ് ഇയാൾ സിഡ്നി ഇത് പറയണത്. പക്ഷേ ഇയാൾ അരിസ്റ്റോട്ടലിനെക്കാട്ടും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പോയട്രിയുടെ വാല്യൂ. പിന്നെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഡെത്തിന് ശേഷമാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എഴുതിയ സമയത്ത് ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ചോസർ, ഗോവർ അല്ലെങ്കിൽ സ്പെൻസർ, അങ്ങനത്തെ റൈറ്റേഴ്സാണ്. പക്ഷേ അതിന് ശേഷം വന്ന കുറച്ച് റൈറ്റേഴ്സാണ് മാർലോ, ഷേക്സ്പിയർ, ജോൺഡൺ, അങ്ങനത്തെ ആൾക്കാരൊക്കെ. പക്ഷെ അതൊന്നും ഇയാൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇയാൾ ഈ പോയട്രിനെ കുറിച്ച് പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വർക്ക്സ് ഒന്നും കാണാതെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇയാൾ ക്രിട്ടിസൈസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ പോയട്രീനേലും അല്ലെങ്കിൽ മോഡേൺ ലിറ്ററേച്ചറിനേലും നല്ലത് ഏൻഷ്യൻ ലിറ്ററേച്ചറാണെന്നാണ് സിഡ്നി പറയുന്നത്. ആൾ പറഞ്ഞ മോഡേൺ പോയട്രി കുറച്ചും കൂടെ മിസ് റിട്ടൺ ആണ്, അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള പോയട്രിയുടെ ഇത് ഫോളോ ചെയ്തിട്ടല്ല അത് എഴുതിയിട്ടുള്ളതെന്നൊക്കെയാണ് സിഡ്നി പറയുന്നത്. പക്ഷെ ആൾ പറയുന്നുണ്ട് ബാക്കി യൂറോപ്യൻ ലാംഗ്വേജസിനെ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷിന് കുറച്ചും കൂടെ എക്സ്പ്രസീവ് പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മോഡേൺ പോയട്രി ആ ഒരു ഐഡിയൽ പോയട്രിയുടെ സംഭവങ്ങൾ ഫോളോ ചെയ്യണില്ല. പിന്നെ ആൾ പറയണത് മോഡേൺ ലിറ്ററേച്ചറിന് ശരിക്കും പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏൻഷ്യൻ്റ് ഫോംസിൽ നിന്ന് പഠിച്ചിട്ട് അത് ഈ മോഡേൺ
ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടെ നല്ല ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഒരു ഗുഡ് പോയട്രിയുടെ കുറവ് ഉണ്ടെന്നൊക്കെയാണ് ഇയാൾ പറയണത്. പിന്നെ പറയണത് അതന്നെ ഇംഗ്ലീഷ് പോയട്രിക്ക് ഇയാൾ പറയുന്നത് കുറച്ച് ഒരു എലക്വൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതായത് വേർഡ്സ് ആവശ്യമില്ലാത്തടത്തൊക്കെ ഓരോ വേർഡ്സും കാര്യങ്ങളും കൊണ്ട് ചേർത്തിട്ട് ആ ഒരു പോയട്രിയുടെ ഐഡിയാലിറ്റീനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണത്. അതിന് ഇയാൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് എന്ന് വെച്ചാൽ ദേ കാസ്റ്റ് ഷുഗർ ആൻഡ് സ്പൈസ് അപ്പോൺ എവറി ഡിഷ് ദാറ്റ് ഈസ് സെർവ്ഡ് അറ്റ് ദ ടേബിൾ. അതായത് സെർവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡിഷിലും നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ പോരെ. അതാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് പോയത്തിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ ഓരോന്ന് കൊടുക്കുക, അല്ലാണ്ട് കണ്ണി കണ്ടിടത്തൊക്കെ ഓരോന്ന് ആഡ് ചെയ്ത് ആ ഒരു സൊഫിസ്റ്റിക്കേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് സിഡ്നി പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു പോയട്രിയുടെ ഡിഫെൻസ് മാത്രമല്ല, കണ്ടംപററി പോയട്രിയുടെ ഒരു ക്രിട്ടിക്കും കൂടെയാണ് സിഡ്നിയുടെ വർക്ക്. ആളുടെ ടൈമിലെ പോയട്രീനെ ആൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പോയട്രീനെ മാത്രമല്ല ആൾ പറയണത് എന്താ പ്ലേ റൈറ്റ്സും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ക്രിട്ടിക്സും ഒക്കെ കുറച്ചും കൂടെ ഡിഫറെൻ്റായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത്.